ഇപ്പോഴിതാ ഉർവശിൻ്റെ ഇൻ്റർവ്യൂ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നത്. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ ഈ വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ നടിയാണ് ഉർവശി. തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും നല്ല സിനിമയായി കാണുന്നത് മോഹൻലാൽ ചിത്രങ്ങളായ സ്ഫടികവും അതേപോലെ തന്നെ യോധയിലെയുമൊക്കെ കഥാപാത്രങ്ങൾ തന്നെയാണ്. ആ കഥാപാത്രങ്ങൾ വീണ്ടും റീമേക്ക് ചെയ്ത് പുതിയ ജനറേഷൻ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ആ സിനിമകളെല്ലാം വീണ്ടും തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. സ്ഫടികം സിനിമയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചു. മോഹൻലാലിൻ്റെ ആ ചിത്രത്തിനാണ് ആ ഭാഗ്യം എനിക്കും ലഭിച്ചത്. എന്താണെങ്കിലും കഴിഞ്ഞ തലമുറ പോലെ തന്നെയാണ് ഈ തലമുറയും എൻ്റെ ആ രണ്ട് സിനിമകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ നടി ഉർവശി അടക്കമുള്ളവർ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഇതുവരെ തനിക്കൊരു മോശം അനുഭവം ആരുടെ അടുത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരാതെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞൊന്നും വരാറുമില്ല. എന്തെങ്കിലും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചുട്ട മറുപടി അപ്പോൾ തന്നെ ഞാൻ കൊടുക്കുമെന്നാണ് ഉർവശി വ്യക്തമാക്കുന്നത്.